ഗേറ്റിൽ വരുവാനും ഇവിടെ നടക്കുന്ന ആത്മീയ കൂട്ടങ്ങളിൽ സംബന്ധിക്കുവാനും എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത കുവൈറ്റ് IPC സഭയോടും എൻ്റെ സ്നേഹിതൻ കൂടിയായ പാസ്റ്ററിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവവചനം കേൾക്കുവാനായി വന്നു ചേർന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മ സ്നാനം, ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കിവിടെ ഒരുക്കി തന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. അങ്ങ് കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി സ്തുതിക്കുന്നു. പല ബന്ധപ്പാടുകൾ ഉണ്ടായിട്ടും തിരുവചനം കേൾക്കുവാനുള്ള ആർത്തിയോടുകൂടെ കടന്നു വന്ന അവിടുത്തെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണം. വചനം കേൾക്കുമ്പോൾ തന്നെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന അനുഭവം രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ രാത്രി കൃപ ചെയ്യണമേ. സന്നിധിബോധം നൽകണമേ, ഏകാഗ്രഹതയും നൽകണമേ. ജോലിയുടെ ക്ഷീണവും യാത്രയുടെ ക്ഷീണവും ഉള്ള ജനത്തിന് തിരുവെഴുത്തിൽ ഗ്രഹിക്കുവാനുള്ള ഏകാഗ്രത നൽകണമേ, ആരോഗ്യം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായിട്ട് ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നു. ആ ദൗത്യം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അത് താൻ നിവർത്തിച്ചത് ഒരു പ്രസംഗം കൊണ്ടായിരുന്നില്ല, ഒരു യാഗം കൊണ്ടായിരുന്നു. ആ യാഗം സ്വന്തം യാഗമായിരുന്നു. അതിനുവേണ്ടി അവൻ അർപ്പിച്ചത് സ്വന്തം രക്തം. യേശു ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി, ഇനിയും ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ കുരിശിൽ പ്രായശ്ചിത്ത യാഗമായി മരിച്ചു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ ഇന്ന് രാത്രിയിലും പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രൂശിൽ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റിട്ട് 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തെളിയിച്ചിട്ട് അവൻ തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ലൂക്കോസ് ആണ്. ഇദ്ദേഹം എഴുതിയ 2-ാമത്തെ പുസ്തകമാണ് ഈ പുസ്തകം. ഇദ്ദേഹം എഴുതിയ 1-ാമത്തെ പുസ്തകം ലൂക്കോസിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശുവിന്റെ ജനനം, മരണം എന്നിവയാണ്. എന്നാൽ 2-ാമത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ഏതു മനുഷ്യന്റെയും ജീവചരിത്രം മരണത്തോടുകൂടി അവസാനിക്കും. ലൂക്കോസ് യേശുവിന്റെ ജീവചരിത്രം എഴുതിയപ്പോൾ മരണം വരെ എഴുതി. ഭൂമിയിൽ ആരുടെയും ജീവചരിത്രം മരണത്തിനപ്പുറത്തേക്ക് എഴുതേണ്ട കാര്യമില്ല, എഴുതാനൊക്കുകയില്ല. ശവടക്കോടുകൂടെ പുസ്തകം അവസാനിക്കും. അങ്ങനെ ലൂക്കോസ് യേശുവിന്റെ ജീവചരിത്രം എഴുതി ജനനം, മരണം എഴുതി അവസാനിപ്പിച്ചു. എന്നാൽ യേശുവിന്റെ ചരിത്രം അവസാനിക്കുന്നില്ലെന്ന് തനിക്ക് പിന്നീട് മനസ്സിലായപ്പോൾ താൻ സെക്കൻഡ് വോളിയം, 2-ാം ഭാഗം, യേശുവിന്റെ ജീവചരിത്രത്തിന്റെ 2-ാം ഭാഗം എഴുതുകയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു.
ഇത് എത്രയോ അഭിമാനകരമായ കാര്യമാണ്. വേറെ ആരെ കുറിച്ചും അങ്ങനെ ഒരു കഥ പോലും പറയാൻ ഇന്ന് വരെ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് സന്തോഷമല്ലേ? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്വാഗതം ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അതൊന്ന് തിരിച്ചു പറഞ്ഞേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അർത്ഥമുള്ളതാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. പൗലോസിന്റെ വാക്കാണ്. തിരിച്ചു പറയാം: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം അർത്ഥമാണ്, അർത്ഥവത്താണ്. അതേ ഉള്ളൂ അർത്ഥമുള്ളത്. മരണം ഒരു ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ അതിന് പരിഹാരമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. ക്രിസ്തു മരിച്ചിരുന്ന ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ക്രിസ്തു വിശ്വസിക്കുന്നവനും ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെ ഉയർക്കും? ഭയങ്കര മല്ല് പിടിച്ച ചോദ്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് ഗുരുതരമായ ചോദ്യമുണ്ട്. ആ ചോദ്യം ഭയങ്കരമാണ്. എങ്ങനെ ഉയർക്കും? എങ്ങനെ ഉയർക്കും? ആരും ഉയർത്തിട്ടില്ലല്ലോ. മരിച്ച മനുഷ്യനെ ദഹിപ്പിക്കുകയോ കുഴിച്ചിടുകയോ ഉണങ്ങി വെക്കുകയോ എന്ത് ചെയ്താലും പിന്നെ ആ മനുഷ്യന് ജീവനില്ലല്ലോ. ചരിത്രത്തിൽ അതില്ല. മണ്ണിലേക്ക് അങ്ങ് അലിഞ്ഞു പോവുകയാണ്. ഇയാൾ എങ്ങനെ തിരിച്ചു വരും എന്ന ചോദ്യത്തിന് ഉത്തരം പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുമ്പോൾ ചോദ്യകർത്താവിനെ ഭോഷൻ എന്നാണ് വിളിക്കുന്നത്. ഭോഷ, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുമോ? അദ്ദേഹം കൃഷിയിലേക്ക് പോവുകയാണ്, സസ്യലോകത്തിലേക്ക് പോവുകയാണ്. ഭൂമിയിൽ ഏതൊരു സസ്യവും മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ സസ്യം ചീഞ്ഞു പോകും, നശിച്ചു പോകും. പക്ഷെ അതിനകത്തുനിന്ന് മറ്റൊരു സസ്യം കയറി വരും. ഇതുപോലെ മനുഷ്യൻ മണ്ണിലേക്ക് പോകും, പക്ഷെ തിരിച്ചു വരും. ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശ നമുക്ക് തന്നത് യേശുവിന്റെ ഉയർപ്പാണ്. യേശുവിന്റെ തുറന്ന കല്ലറ ഒരു സത്യമായി ഇന്നും അവശേഷിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്: നിങ്ങൾ യെരൂശലേമിൽ നിന്ന് എങ്ങോട്ട് പോകാതെ, തിരിച്ചു പോകാതെ എന്നോട് കേട്ടാന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കാത്തിരിക്കണം, കാത്തിരിക്കണം. 5-ാം വാക്യം: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് ആരാണ്? എന്താണ്? പരിശുദ്ധാത്മാവിന് മനുഷ്യനോടുള്ള ബന്ധം എന്താണ്? മനുഷ്യന് പരിശുദ്ധാത്മാവുമായി എങ്ങനെ ബന്ധപ്പെടാം? എങ്ങനെ പരിശുദ്ധാത്മാവിനെ അറിയാം? എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം? ഓരോരുത്തരും പ്രാപിക്കേണ്ടതാണോ? ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്കുള്ള അവസരം അനുസരിച്ച് വചനത്തിലൂടെ നമുക്ക് പരിശോധിക്കുവാനായിട്ട് ഈ സമയം ഉപയോഗിക്കാം. യേശു കർത്താവ് ഒന്നും മിണ്ടാതെ പോവുകയല്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് പോയത്. വിശേഷാൽ താൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അതിനു മുമ്പ് താൻ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണമെന്ന്. എന്നാൽ അതിനൊരു ചെറിയ ഭേദഗതി ഇവിടെ പറയുകയാണ്. ഭൂലോകത്തിൽ ഒക്കെ പോകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. ഭൂലോകത്തിലൊക്കെയും പോകണം, നിശ്ചയമായിട്ടും പോകണം, സുവിശേഷം എല്ലായിടത്തും അറിയിക്കണം. പക്ഷെ അതിനു മുമ്പ്, അതുകൊണ്ടാണ് വാങ്ങിപ്പോകാതെ എന്ന് പറഞ്ഞത്. വാങ്ങിപ്പോകാതെ, വർക്കിന് പോണതിന് മുമ്പ്, സാക്ഷ്യത്തിന് പോണതിന് മുമ്പ്, ശുശ്രൂഷയ്ക്ക് പോണതിന് മുമ്പ് പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. ഇതൊരിക്കലല്ല, എന്നും ചെയ്യണമെന്നാണ് എൻ്റെ ബോധ്യം. അതായത് ഇതൊരിക്കലല്ല, യേശുവിന്റെ നാമത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനായിട്ട് വെയിറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, സാന്നിധ്യത്തോടെ, നിറവോടെ, അനുവാദത്തോടെ, നിയന്ത്രണത്തോടെ പോവുകയാണെങ്കിൽ അത് 100% യേശുവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വ്യക്തികൾ മഹത്വപ്പെടുകയും വ്യക്തികൾ കഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വരും. പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. നിങ്ങൾ വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കണം. ഇത് വാഗ്ദത്തമാണ്. എന്നോട് കേട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തമാണ്. നമുക്ക് തിരുവെഴുത്തുകളെ അല്പനേരം ലളിതമായിട്ട് പരിശോധിച്ചിട്ട്, ബോധ്യങ്ങൾ ഉണ്ടാകാതെ ആവേശം മാത്രമുള്ള ഒരു പ്രസ്ഥാനമല്ലിത്. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം എന്താ ഈ സംഭവം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ആളുകൾ
ശക്തിയുള്ളവരാകും. ആളുകൾ ചലിക്കും, ആളുകൾ അന്യഭാഷ സംസാരിക്കും. അവരുടെ ബുദ്ധിയിലും പരിചയത്തിലും ഇല്ലാത്തതും അറിയാത്തതും ആയ പലതും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ അവര് ഉയർന്ന ആത്മീയ അളവിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ഇത് കേവലം ഒരു സ്വപ്നമല്ല, ഒരു വികാരമല്ല, ഒരു അനുഭൂതിയല്ല, ഒരു തോന്നലല്ല എന്നും കൂടെ നാം തിരിച്ചറിയേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടുകൂടെ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കുണ്ടായത് എന്തെങ്കിലും ഒരു തോന്നലായിരുന്നോ, ഇതിന് വചന സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മളെ പിന്നെയും പിശാച് കുഴയ്ക്കും. വചനത്താൽ ഉറപ്പിക്കപ്പെട്ട സത്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മാന്റെ വരങ്ങളും ഫലങ്ങളും എല്ലാം നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാം. ഒന്നാമത് ഈ വാഗ്ദത്തത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നമുക്ക് കാണാം. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ 8 മുതൽ താഴോട്ട് വായിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ഇട്ടുകളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. യേശുക്രിസ്തു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? യേശുക്രിസ്തു എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഒന്ന്, കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി. ദേവാലയത്തിൽ ന്യായവിധി നടത്തി ശുദ്ധീകരണം നടത്തി. അന്ധന്റെ കണ്ണു തുറന്നു. വിശന്നവർക്ക് അപ്പം കൊടുത്തു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. കാറ്റിനെ ശാസിച്ചു. കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി. ഭൂതഗ്രസ്തനെ സ്വതന്ത്രനാക്കി. മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ മരിച്ചു, അവൻ ഉയർത്തു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളെ വന്നുള്ളൂ. അയാളുടെ പേര് യോഹന്നാൻ സ്നാപകൻ. ആ മനുഷ്യൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിടത്തൊന്നും നമ്മൾ ഈ പറയുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അതാ നമ്മൾ അറിയേണ്ടത്. അതാ നമ്മളിപ്പോ പഠിക്കാൻ പോണം. നോക്കൂ, വാക്യം 11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. സ്തോത്രം. അപ്പൊ യേശു ചെയ്യാൻ പോകുന്ന ധാരാളം പ്രവർത്തികളുണ്ട്. അതൊന്നും ആധികാരികമായിട്ട് പറയാൻ വന്നയാൾ പറഞ്ഞില്ല. യോഹന്നാൻ ഒറ്റ ജോലിയേ ഉള്ളൂ, യേശുവിനെ പരിചയപ്പെടുത്തുക. അദ്ദേഹം അതിനുവേണ്ടി ജനിച്ചവനാണ്, അതിനുവേണ്ടി അഭിഷിക്തനായവനാണ്, അവൻ അതിനുവേണ്ടി നിയോഗിതനാണ്. അവൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, യേശു ചെയ്യാൻ പോണ പ്രവൃത്തി ഇതാണ്: പരിശുദ്ധാത്മ സ്നാനം കൊടുക്കും. സ്തോത്രം. ചില സത്യങ്ങൾ അതിനകത്തുനിന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ദൈവം എഴുതട്ടെ. ഒന്ന്, പരിശുദ്ധാത്മ സ്നാനമാണ് യേശുവിന്റെ ദൗത്യത്തിൽ പ്രധാനം. രണ്ട്, പരിശുദ്ധാത്മ സ്നാനം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. മൂന്ന്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും വലുത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. യേശു വരെ ധാരാളം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു വെള്ളം വീഞ്ഞാക്കുമെന്നല്ല സ്നാപകൻ പറഞ്ഞത്. യേശു ഭൂതങ്ങളെ പുറത്താക്കുമെന്നല്ല സ്നാപകൻ പറഞ്ഞത്. യേശു മരിച്ചവരെ ഉയർപ്പിക്കുമെന്നല്ല സ്നാപകൻ പറഞ്ഞത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കും. അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു പഠിപ്പിക്കുക സ്നാപകൻ. അദ്ദേഹം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി
എന്റെ പിന്നാലെ വരുന്നവൻ ചെയ്യും. ഞാനിത് ചെയ്യുന്നത് വെള്ളത്തിലാണെങ്കിൽ അവനത് ചെയ്യുന്നത് ആത്മനദിയിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഇമ്പോർട്ടൻസ് അറിയണ്ടേ സഹോദരി സഹോദരന്മാരെ? അതറിയണ്ടേ, അത് അനുഭവിക്കണ്ടേ, ആ നദിയിൽ മുങ്ങണ്ടേ, ഇന്ന് രാത്രി തന്നെ അതിനകത്ത് ഇറങ്ങണ്ടേ. അതിൽ കുറഞ്ഞത് ഒന്നും കൊണ്ട് നിനക്കൊരു ക്രിസ്ത്യാനിയാകാൻ കഴിയുമോ? രക്തം ജയം. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. ഇത് പഠിച്ച് 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 ബുദ്ധി വലുതാകുകയല്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ നിറയുകയാണ് സംഭവിക്കേണ്ടത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. പ്രതീക്ഷയോടുകൂടെ യോഗത്തിലിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്തിലാണ് മുക്കുന്നത്. വെള്ളം 1 ലിറ്റർ വെള്ളം എടുത്താലും ഒരു വലിയ കന്നാസ് നിറയെ വെള്ളം എടുത്താലും ഒരു വലിയ വാട്ടർ ടാങ്ക് നിറയെ വെള്ളം എടുത്താലും ക്വാളിറ്റി എല്ലാം ഒന്ന് തന്നെയാണ്. ക്വാണ്ടിറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ. വെള്ളത്തിനകത്ത് തൊട്ടവര് പറയും എനിക്ക് വെള്ളം അറിയാം, വെള്ളം കുടിച്ചവര് പറയും എനിക്ക് വെള്ളം അറിയാം, വെള്ളം മുക്കി തല കുടിച്ചവര് പറയും എനിക്ക് വെള്ളം അറിയാം. പക്ഷെ വെള്ളത്തെ മുങ്ങി ആൾക്കറിയാവുന്ന എത്ര പേർക്കാർക്കും അറിയില്ല. ഇതേ പ്രശ്നം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുകൊണ്ട്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സഭയില്ല. നമ്മുടെ ഇടയിൽ അറിയില്ലാത്തവര് ഇങ്ങനെ വർത്തമാനം പറയുമോ? അയ്യോ അവര് ബ്രദറുകാരല്ലേ, അവർക്ക് പരിശുദ്ധാത്മാവില്ലല്ലോ. പൊട്ടത്തെറ്റാ പറയുന്നത്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സഭയില്ല. പഠിപ്പിക്കലിലെ വ്യത്യാസമുള്ളൂ, വ്യാഖ്യാനത്തിലെ വ്യത്യാസമുള്ളൂ. ബാപ്റ്റിസ്റ്റുകാർക്ക് കൊണ്ട് പരിശുദ്ധാത്മാവ്, ഭൂമിയിലുള്ള എല്ലാ ക്രിസ്തീയ സഭയ്ക്കും പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും. ആ പക്ഷെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. നദിയിൽ കരയ്ക്കൂടെ നടന്നവരുണ്ട്, വർഷങ്ങളായിട്ട് ഇങ്ങനെ തൊട്ട് കളിച്ചവരുണ്ട്, ചിരിച്ചൊക്കെ കുടിച്ചവരുണ്ട്, ഇറങ്ങി നടന്നവരുണ്ട്, ഇറങ്ങി നീന്തിയവരുണ്ട്. ഇതിൽ നീന്തുന്ന ആളോട് ചോദിച്ചാൽ അയാളുടെ എക്സ്പീരിയൻസ് അത് പക്ക ഡിഫറെന്റ് ആണ്. അതെങ്ങനെ വർണ്ണിക്കുന്നേ? ഒന്നും വർണ്ണിക്കാൻ പറ്റുകയില്ല. ഇറങ്ങി നോക്കുക, ഇറങ്ങി നോക്കുക. ഇത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം അത് അറിയാൻ സാധിച്ചില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നഷ്ടക്കളിയാണ്. ഏതെങ്കിലും തെറ്റിദ്ധാരണകളോ ഏതെങ്കിലും അബദ്ധമായ ധാരണകളോ നമ്മെ ബന്ധിച്ചു വലച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിച്ച കെട്ടൊക്കെ പൊട്ടിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എനിക്ക് ആ അനുഭവം തരണം, എനിക്ക് ആ അനുഭവം തരണം, എനിക്ക് ആ അനുഭവം തരണം, എനിക്ക് ആ അനുഭവം തരണം. ആ അനുഭവം ഏത് സമയത്താണ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതെന്ന് പറയാനൊക്കത്തില്ല. അത് പ്രാപിച്ചാൽ അതിനകത്ത് രോഗശാന്തിയുണ്ട്, അതിനകത്ത് ഫ്രീഡം, അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് ദുഷ്ടന്റെ സകല പോരുകളും അഴിഞ്ഞു പോകുന്ന ദൈവശക്തിയുടെ വ്യാപാരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ശരീരത്തിൽ നമുക്കറിയാവുന്നതാണ്. അതൊരു തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അതൊരു തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ പറയുന്നു, ഈ വെള്ളത്തിൽ ഞാൻ നിങ്ങളെ മുക്കുന്നത് പോലെ യേശു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കും. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനം പോലെയാണ്, ജലസ്നാനം പോലെയാണ്. അവിടെ തീ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് വെറുതെ വ്യാഖ്യാനിച്ച് സമയം കളയണ്ട. ഏതെങ്കിലും സംശയമുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയാം. അതിനകത്തോട്ട് പോകാൻ സമയം എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് വല്ല ഡൗട്ടും, അതായത് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഡൗട്ട് വല്ലതും ഉണ്ട് ചോദിച്ചാലല്ലേ എഴുതി കൊടുത്താൽ മതി, അടുത്ത ദിവസം വിശദീകരിക്കാം. അവിടെ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാതിരിക്കാൻ പിശാചി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുതട്ടും. ആകെ ഒരു ആഴ്ചയേ ഉള്ളൂ. കുറെ കൾട്ടെല്ലാം കൂടെ പഠിച്ചേച്ച് വന്ന് പ്രാപിക്കാൻ നേരെയില്ല. വേഗത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക, അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. സ്തോത്രം. ഒരു ലൈഫേ ഉള്ളൂ, അത് സത്യത്തിലേക്ക് വന്നെത്തിയാൽ മഹാഭാഗ്യം. ചുറ്റിക്കറങ്ങി ഏതാണ് നല്ല സഭ, ഏതാണെന്ന് തപ്പി നടന്ന ആളുകൾ ജീവിതം പാഴാക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ സഭ ഏതാന്ന് അപ്പ ബോധ്യപ്പെടും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഉപദേശം ഏതാന്ന് അപ്പ ബോധ്യപ്പെടും. തെറ്റിദ്ധാരണകളിൽ നിന്ന് വിടുതൽ കിട്ടും. പരിശുദ്ധാത്മ സ്നാനം ജലസ്നാനവുമായിട്ട് താരതമ്യം ചെയ്യാം. 1 കൊരിന്ത്യർ 10:1 പെട്ടെന്ന് വായിക്കാം. നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. സ്തോത്രം.
പഴയ നിയമത്തിലെ സംഭവം വിവരിക്കുകയാണ്. ഒരിക്കൽ കൂടെ വായിക്കാം. പുതുതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ പ്ലീസ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിൻ കീഴിൽ ആയിരുന്നു എന്ന പദം പ്രത്യേകം നോട്ട് ചെയ്തോണം. ആയിരുന്നു. ഓക്കെ. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ മതി. ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കൾ 2 സ്നാനമേറ്റു എന്നിവിടെ പറയുക. 2 സ്നാനം. നമുക്കും 2 സ്നാനമുണ്ട്. ഇസ്രായേൽ മക്കളായിട്ട് 2 സ്നാനം എന്ന് പറയുന്നത്, ഒന്ന് മേഘത്തിലെ സ്നാനം. മേഘത്തിലൂടെ അവർ യാത്ര ചെയ്തതിനെ സ്നാനം എന്ന് വിശേഷിപ്പിക്കുകയാണ്. പിന്നെ ചെങ്കടലിലൂടെ അവർ കടന്നതിനെ സ്നാനം എന്ന് വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ഓക്കെ. എന്നാൽ അതെ, മോശയോട് ചേർന്നു. മോശയോട് ചേർന്നു എന്നുള്ള എന്റെ മീനിങ് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശുവിനോട് ചേർന്നു. പഴയ നിയമത്തിൽ ചെങ്കടൽ കടന്നപ്പോഴാണ് ശരിക്കും മോശയോട് ചേർന്നത്. അതെന്താ? വിശദീകരിക്കാം. ഈജിപ്തിൽ നിന്ന് വിട്ടു, അത് ശരിയാണെങ്കിലും ഈജിപ്തിൽ പഴയ നിയമം മുഴുവൻ എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈജിപ്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നു. അവർക്ക് മോചനത്തിനായി ദൈവം മോശ എന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. മോശ ചെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആലോചനയാൽ ആ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോശ പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു. അത് രക്ഷയോട് ബന്ധിപ്പിച്ച് പഠിക്കാം, വീണ്ടും ജനത്തോട് ബന്ധിപ്പിച്ച് പഠിക്കാം. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിന്റെ തടങ്കൽ പാളയത്തിൽ നിന്ന്, തടവറയിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കുന്നതിനെയാണ് ഈജിപ്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം ഉപയോഗിച്ച് ഇസ്രായേൽ മക്കൾ പുറത്തു വരുന്നത് കാണിക്കുന്നത്. എന്നാൽ അവർ ചെങ്കടൽ കടന്ന് ചെങ്കടലിലൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ചെങ്കടൽ ഒരു അതിർത്തിയാണ്, അതൊരു വേർപാടാണ്. ചെങ്കടൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, പാലമില്ല. അവിടെ വന്നു ദൈവം അത്ഭുതത്തിലൂടെ ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തി. ഉണങ്ങിയ നിലത്തൂടെ അവർ കടന്നു. ഉണങ്ങിയ നിലത്തൂടെ എബ്രായ ലേഖനം 11 എഴുതിയിരിക്കുന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. എബ്രായ ലേഖനം 11-ാം അധ്യായം. ഒരു കനാലോ ഒരു പുഴയോ ഒരു കുളമോ വറ്റിച്ചാൽ, വെള്ളം വറ്റിച്ചാൽ, മോട്ടോർ വെച്ചടിച്ച് വറ്റിച്ചാൽ അടി എങ്ങനെ ഇരിക്കും? അടി ചെളിയായിരിക്കും. അതിനകത്തൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. യാതൊരു യുക്തിക്കും നടക്കുന്ന കാര്യമല്ലത്. ഇവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്, അവർ കരയിൽ എന്ന പോലെ. ദൈവം ഒരുക്കുന്ന വഴി ഇങ്ങനെയാ. ദൈവം തുറക്കുന്ന വഴി ഇങ്ങനെയാ. ദൈവമാണ് വഴി തുറന്നതെങ്കിൽ നീ തെന്നി വീഴാൻ ഇട വരില്ല. ദൈവമാണ് തുറന്നതെങ്കിൽ നീ അവിടെ കുഴഞ്ഞു വീഴാൻ ഇട വരില്ല. അക്കരെ എത്താൻ മതിയായ ഒരു വഴിയെ ദൈവം തുറക്കുകയുള്ളൂ. ഓക്കെ. ചെങ്കടലിൽ കരയിൽ എന്ന പോലെ നടന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഒറ്റ രാത്രി കൊണ്ട് ദൈവം ആ പുഴയുടെ അടി കോൺക്രീറ്റ് ചെയ്തു. തന്റെ ജനത്തിനകത്ത് പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്, ക്ഷീണിതരുണ്ട്. ആരും വഴുതി വീഴാത്തൊരു പാതയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു വരെ പുറകോട്ട് നോക്കിയാൽ വഴുതി വീഴാവുന്ന സാധ്യതകൾ പലതുണ്ടായിരുന്നെങ്കിലും വീഴാതെ കരങ്ങളിൽ താങ്ങി, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവര് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓ ജീസസ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തുള്ളവരാരും മല്ലന്മാരല്ല, ഇതിനകത്തുള്ളവരാരും ശക്തന്മാരല്ല, ഇതിനകത്തുള്ളവരെല്ലാം മിടുക്കന്മാരല്ല. വീഴാതെ നിർത്തുന്ന ഒരു കരമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് വരെ വീഴാതെ നിൽക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങളെക്കാൾ അധികം സന്തോഷം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ നിന്നതല്ല നിർത്തിയതാണെന്ന് എനിക്ക് നന്നായി അറിയാം. ജീസസ്. അങ്ങനെ ആ ചെങ്കടലിലൂടെ ഇസ്രായേൽ നടന്നു. വായിച്ചാട്ടെ. എനിക്കതാണ് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇത് മാത്രം ഇന്നൊന്ന് വീട്ടിൽ പോയി പിന്നെയും വായിക്കണം. ഇസ്രായേൽ മക്കൾ കരയിൽ എന്ന പോലെ ചെങ്കടലിലൂടെ കടന്നു. അതേ റോഡ്, അതേ റൂട്ട്.
ട്രെയിനിങ് കഴിഞ്ഞവരാ, ആർമി പ്രാക്ടീസ് ഉള്ളവരാ. അതിനകത്ത് സ്ത്രീകളില്ല, അതിനകത്ത് കുഞ്ഞുങ്ങളില്ല, അതിനകത്ത് റിട്ടയർഡ് പേഴ്സൺ ഇല്ല. എന്നാൽ മുമ്പേ പോയതോ വളരെ പ്രായമുള്ളവരും തീരെ കുഞ്ഞുങ്ങളും മൃഗങ്ങളും ബലഹീനരും രോഗികളും എല്ലാം നിറഞ്ഞൊരു സമൂഹമാണ് ആദ്യം കടന്നുപോയത്. എന്നാൽ ശക്തന്മാരായ മിടുക്കന്മാരായ വില്ലന്മാരായ ആളുകൾ നീ നടന്ന വഴിയെ നടക്കാൻ നോക്കിയിട്ട് മുങ്ങിയത് സത്യം നീ രാത്രി മറക്കരുത്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിക്കാൻ പറ്റുമോ? ആരും പറയാതെ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ആരുടെ അനുവാദമില്ലാതെ തന്നെ നന്ദി പറയാൻ പറ്റുമോ? ആരുടെ പ്രോത്സാഹനമില്ലാതെ തന്നെ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബദന ഹംദന ശിഖബബ ഓരിബലവ ശബന ഹതരബബ ഉഡബല ഹംദന ശബരബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർത്തിയതാണ് എന്നെ, നിന്നതല്ല ഞാൻ. എത്ര സ്തുതിച്ചിടണം. നിർത്തിയതാണ് എന്നെ, നിന്നതല്ല ഞാൻ. എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നന്മത്തിടണം. യോഗം പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. യോഗം പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നിത്യനാളിന്റെ നിന്നതല്ല ഞാൻ. എത്ര സ്തുതിച്ചിടണം. നിത്യനാളിന്റെ നിന്നതല്ല ഞാൻ. എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നന്മത്തിടണം. യോഗം പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. യോഗം പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. യോഗം പാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 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 ഹല്ലേലൂയ. ഒരു ദൂത് ഇതിനകത്തൂടെ പറയുവാനുണ്ട്. നീ കടന്നുപോയ വഴിയിലൂടെ ജീസസ് നിന്നേക്കാൾ ശക്തന്മാർ കടക്കാൻ നോക്കിയിട്ട്
പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം മറക്കരുത്. കടന്നു വന്ന വഴികളെ ഇന്ന് രാത്രി പുറകോട്ട് നോക്കുക. കടന്നു വന്ന വഴികളെ ഇന്ന് രാത്രി പുറകോട്ട് നോക്കുക. നീ കടന്നു വന്ന വഴിയെ നിന്നേക്കാൾ സ്വാധീനമുള്ളവർ കടക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന ദൂത് വ്യക്തിപരമായി എടുക്കേണ്ടവർ എടുത്ത് എഴുതിയിട്ടുള്ളത്. വായിക്കാം. എബ്രായർ 11:29. കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. യേശുവിന്റെ രക്തത്താൽ സമ്പാദിച്ച രക്ഷയുടെ നിർണയമില്ലാത്ത ഒരാൾക്കും ഇതിലൂടെ കടക്കാൻ കഴിയത്തില്ല. വിഷയം അതല്ല. ഈ ചെങ്കടലിലൂടെ കടന്ന ഡോറ് അടഞ്ഞുപോയി. ഈ ജനത്തിന് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല. ഇനി അവർക്ക് മോശയോട് ചേരാനേ പറ്റൂ. വാസ്തവത്തിൽ പുറകോട്ട് പോകാനുള്ള സാധ്യത അടയുന്നത് ചെങ്കടലി വെച്ച പുറകോട്ട് പോകാൻ സാധ്യത അടയുന്ന ഒരു പെരുത്ത ഗേറ്റാണ് ചെങ്കടൽ. ഇത് സ്നാനത്തിന് മുൻകുറി. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന എത്ര പേർ സ്നാനപ്പെടാതിരിപ്പുണ്ട്? എത്ര പേര് സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്? ഇന്ന് തന്നെ തീരുമാനം എടുക്കണം. നിങ്ങൾ പ്രയറിന് പോകുന്ന സ്ഥലത്തുള്ള ദൈവദാസനെ വിവരം അറിയിക്കണം. നിങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുന്ന സ്ഥലത്തെ പാസ്റ്ററെ വിവരം അറിയിക്കണം. തിരിച്ചു പോകാനുള്ള സാധ്യത ഇപ്പോഴും ബാക്കി നിൽക്കുക. അതങ്ങ് അടച്ചേക്കണം. അതങ്ങ് അടച്ചിട്ട് കർത്താവിനോട് ചേരണം. യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇനി നമ്മുടെ പഠനത്തിലേക്ക് തിരികെ വരാം. 1 Corinthians 10:1 ഒന്നുകൂടെ വന്നാണ്. ആയിരുന്നു എന്ന വാക്ക് മറക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. അടുത്ത വാക്യം വായിച്ചു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. രണ്ട് സ്നാനം. ഒന്ന് മേഘത്തിലെ സ്നാനം, മറ്റേ സമുദ്രത്തിലെ സ്നാനം. സമുദ്രത്തിലെ സ്നാനം കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? സമുദ്രത്തിൽ നിന്ന് കയറി. സമുദ്രത്തിൽ നിന്നോ? ഇല്ല. എന്നാൽ ആദ്യം വായിച്ചത് ഒന്നുകൂടെ വായിച്ച്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൽ സ്നാനമേറ്റു, പക്ഷെ സ്നാനം കഴിഞ്ഞ് കയറിയിട്ടില്ല. അവിടെയാണ് അതിന്റെ മർമ്മം. ചെങ്കടലിലെ സ്നാനം കഴിഞ്ഞു, കയറിപ്പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വെള്ളം ഉണങ്ങി. പക്ഷെ മേഘത്തിലെ സ്നാനം മരണം വരെ തുടരുക. ഇതാണ് ആത്മസ്നാനവും ജലസ്നാനവും തമ്മിലുള്ള വ്യത്യാസം. ആത്മസ്നാനത്തിൽ നിങ്ങൾ മുങ്ങിയാൽ ആ വെള്ളം ഉണങ്ങും. എന്നാൽ ജലസ്നാനത്തിൽ നിങ്ങൾ മുങ്ങിയാൽ ആ വെള്ളം ഉണങ്ങും. ആത്മസ്നാനത്തിൽ നിങ്ങൾ മുങ്ങിയാൽ അത് നിങ്ങൾ നിലനിൽക്കും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നാൽ, ആത്മസ്നാനത്തിലേക്ക് വന്നാൽ അത് ഇപ്പോഴും ശരീരത്തിൽ കാണും. അതിന്റെ നനവ്, അതിന്റെ നിറവ്, അതിന്റെ പ്രസൻസ്, അതിന്റെ പവർ ശരീരത്തിലുണ്ടോ? ഉണ്ടാവണം. ശരീരത്തിൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ വ്യത്യാസം? എന്താ നമ്മുടെ പ്രത്യേകത? എവിടെ നടന്നാലും നീ ആത്മാവുള്ളവനാണെങ്കിൽ അത് ശരീരത്തിൽ അറിയാം, അത് മനസ്സിലറിയാം, അത് കണ്ണുകളിൽ അറിയാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൽ തന്നെ ആയിരുന്നു. അർത്ഥം ആത്മാവിൽ തന്നെ ആയിരുന്നു, ആത്മനിറവിൽ തന്നെ ആയിരുന്നു. ഒരിക്കൽ നിങ്ങൾ ആത്മസ്നാനം പ്രാപിച്ചാൽ നിങ്ങൾ അതിൽ തന്നെ നിൽക്കണം. ജലസ്നാനം പ്രാപിച്ചാൽ ആ സത്യത്തിൽ തന്നെ നിൽക്കണം. ജലസ്നാനത്തിനകത്തൊരു സത്യമുണ്ട്, ഒരു ഏറ്റുപറച്ചിലുണ്ട്. ആ ഏറ്റുപറച്ചിൽ എന്താണെന്ന് ചോദിച്ചാൽ, യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അവനോട് കൂടെ ഞാൻ മരിച്ച് എന്നെ അടക്കുകയാണ്, ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ള സത്യം അവൻ ഏറ്റുപറയും. ആ സത്യം നിലനിൽക്കുന്നു. എന്നാൽ ആത്മസ്നാനത്തിൽ ചില സത്യങ്ങൾ മാത്രമല്ല, ചില ഡോക്ടറിനല്ല നിലനിൽക്കുന്നത്, പ്രസൻസ് നിലനിൽക്കുന്നു.
സാന്നിധ്യം നിലനിൽക്കുന്നു, ശക്തി നിലനിൽക്കുന്നു. ആത്മാവിൽ നിറയുക, ആത്മസ്നാനം പ്രാപിക്കുക, അത് വ്യത്യസ്തമായ അനുഭവമാണ്. അപ്പോ ഇതൊരു സ്നാനമാണ് എന്നത് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അത് വാഗ്ദത്തമാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്നോട് കേട്ടതിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കും. ഞാൻ ഒരെണ്ണേ വായിച്ചുള്ളൂ. പുതിയ നിയമത്തിൽ മാത്രം 6 പ്രാവശ്യം ഇത് വാഗ്ദത്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലഭിക്കും, 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 ലഭിക്കും. എല്ലാ സുവിശേഷങ്ങളുടെയും ആദ്യ പേജുകൾ മറിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ പറഞ്ഞോണ്ട് ലാസ്റ്റ് പറയുന്ന സ്ഥലമാണ് അപ്പോസ്തല പ്രവൃത്തി 1:5 ഇപ്പോ വായിച്ചു നിർത്തുക. ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് യേശു പറയുന്നതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പൊ ലഭിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ലഭിച്ചിട്ടില്ല, ലഭിക്കും. എപ്പോഴാ ലഭിക്കുന്നത്? ഇനി വളരെ കുറച്ച് സമയമുള്ളൂ എന്നാ പറയുന്നത്. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. യേശു പറയുകയാണ്, ഇനി അധികം വൈകത്തില്ല, സംഭവം നടക്കാൻ പോവുക. കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇനി അധികം നാൾ കഴിയുന്ന മുമ്പേ പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കും. ഏതായി പരിശുദ്ധാത്മ സ്നാനം? പരിശുദ്ധാത്മ സ്നാനം ഏതാണ്? നമുക്ക് 100% അറിയാം ഏതാണെന്ന്. അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 13 വരെയുള്ള സംഭവമാണ്. 13 വരെയുള്ള സംഭവമാണ്. അതാണ് പരിശുദ്ധാത്മ സ്നാനം. 1-2 വാക്യം ഒന്ന് വായിച്ചിട്ട് 2-ന്റെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പൊതിഞ്ഞു. എല്ലാവരും ഈ അഗ്നിയൊക്കെ അവിടെ കൊണ്ടുവന്ന് എന്തിനാ? നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തീയുടെ പ്രവർത്തനങ്ങൾ പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പഠിക്കാം. പരിശുദ്ധാത്മാവ് തീയല്ല, പക്ഷെ തീയുടെ പ്രവർത്തനങ്ങൾ പോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ എല്ലാം കാണും, ആത്മാവിനെ കെടുക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. തീയാ കെടുത്തുന്നത്. സ്തോത്രം. കത്തിക്കുവിനെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, ജ്വലിപ്പിക്കുവിന്. അപ്പൊ കെടുത്തനെ കെടുത്താം, കത്തിക്കണെ കത്തിക്കാം. അതുകൊണ്ടാണ് തീയെന്ന് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് ആത്മസ്നാനം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പഠനം എന്ന നിലയിൽ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 13 വരെ വിവരിക്കുന്ന ഭാഗങ്ങളിൽ ഇതാണ് ആത്മസ്നാനം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആത്മസ്നാനത്തെ കുറിച്ചുള്ള പ്രോമിസ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇത്രയും പേര് പറഞ്ഞ ശേഷം അപ്പോസ്തല പ്രവൃത്തി 1:5 യേശുവും പറഞ്ഞു. പക്ഷേ ആത്മസ്നാനം ഏതാണ്? ഇത് തന്നെയാണ്. പക്ഷെ എന്റെ തെളിവ് ഏതാ? തെളിവിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി 11 13 മുതൽ വായിക്കാം. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ഇവിടെയാണ് ക്ലൂ. ഈ ഉപദേശ വിഷയങ്ങൾ സംശയം ഇല്ലാതെ പഠിക്കണമെങ്കിൽ ചില പ്രത്യേക മർമ്മങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2 സംഭവിച്ചു, പിന്നെ സംഭവിക്കത്തില്ല. ആ ഒറ്റ സംഭവമേ ഉള്ളൂ. അതിന് വേറെ ചില ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ അത് ശരിയാ തോന്നിപ്പോകും. എന്നാൽ തേണ്ട പരിശുദ്ധാത്മ സ്നാനം റിപ്പീറ്റ് ചെയ്യുന്നു. പരിശുദ്ധാത്മ സ്നാനം വീണ്ടും ആവർത്തിക്കുന്നു. കോർന്നല്യോസിന്റെ വീട്ടിൽ ശ്രദ്ധിച്ചാലേ മനസ്സിലാളൂ.
സംശയമുള്ള ഒരു അപ്പോസ്തല പ്രവൃത്തി 10ഉം 11ഉം കൂടെ വീട്ടിൽ പോയി വായിക്കണം. നോട്ട് കുറിക്കുന്നിടത്ത് ബ്രാക്കറ്റിൽ മാറ്റിയിട്ടോണം 10, 11, ആക്ട്സ് 10, 11. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം അതിൽ നിന്ന് പിടികിട്ടും. നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 10:1 മുതൽ വായിക്കുമ്പോൾ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു പട്ടാള ഓഫീസർ ക്രിസ്തു വിശ്വാസിയല്ലായിരുന്നു, പക്ഷെ ദൈവഭക്തനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, പരോപകാരിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ദിവ്യ ദർശനം കണ്ടു. ഒരു ദൂതൻ അദ്ദേഹത്തോട് പറയുകയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുക, അവൻ വന്ന് നിന്നോട് സുവിശേഷം പറയും. ഞാനത് നമ്മുടെ ഭാഷയിൽ പറയാം. അങ്ങനെ ഈ പട്ടാള ഓഫീസർ അദ്ദേഹത്തിന്റെ ജോലിക്കാരായ 2 3 പേരെ പത്രോസിനെ വിളിക്കാൻ പറ്റും, വളരെ ദൂരെയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ, ഈ പട്ടാളക്കാരൻ അയൽവക്കത്തുള്ള വീടുകളിലും സ്വന്തക്കാരെ മുഴുവൻ നോട്ടീസ് ഇട്ട് അറിയിച്ചു, ഞാനൊരു ദിവ്യ ദർശനം കണ്ടു, ഒരാള് ഇവിടെ വരും, അദ്ദേഹം ചില കാര്യങ്ങൾ പറയും, എന്റെ സ്വന്തക്കാരും മിത്രങ്ങളുമായി നിങ്ങളും കൂടി അത് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഈ ആർമി ഓഫീസർ അയൽക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി. വാസ്തവത്തിൽ ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാസ്തവത്തിൽ ഇതാ രക്ഷിക്കപ്പെട്ടവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ദൈവത്തിന്റെ ദാസന്മാർ വരുന്നുണ്ട്, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നുണ്ട്, മാക്സിമം ആളുകൾ വന്ന് കേട്ടാൽ അത്ര അനുഗ്രഹമല്ലേ, അതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മനുഷ്യരുടെ വീട്ടിൽ വിളിച്ചു കൂട്ടി. വീട്ടിൽ ദൈവം നമുക്ക് തന്ന വീടുകൾ ദൈവത്തിന്റെ സത്യങ്ങൾ പറയാനുള്ള വീടുകളായി മാറട്ടെ. വിളിച്ചുകൂടി. ഈ വീടെല്ലായിട്ട് ഒരു ദിവസം നമ്മൾ പോകും, വലിയ വീട്ടിലോട്ട് പോകും. അതിനു മുമ്പ് ഈ വീട്ടിൽ കർത്താവിനെ ഉയർത്താൻ സാധിച്ചാൽ അത് ഭാഗ്യമാണ്. ഈ വീട്ടിൽ പത്രോസ് എത്തി. കൊർന്നല്യോസ് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എത്തിയപ്പോൾ അവരെല്ലാം വളരെ നന്നായിട്ട് വെൽക്കം ചെയ്തു. പത്രോസിന്റെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു. പത്രോസ് പറഞ്ഞു, വീടിയൊന്നും വേണ്ട, ഞാൻ മനുഷ്യനാണ്, ദൈവം ഒരു ദൂരം ഏൽപ്പിച്ചതേ ഉള്ളൂ, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് എല്ലാം അധികം നമുക്ക് പഠിക്കാം. നമ്മുടെ വിഷയത്തിൽ മാത്രം നിൽക്കാം. 10:44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് പത്രോസ് പ്രസംഗിക്കുക. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു. ഓക്കെ, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ശ്രദ്ധിച്ചോ, വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് പ്രതീക്ഷിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് എപ്പോ വരും, എങ്ങനെ വരും, അതിനൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് പല പല വഴികൾ കണ്ടുപിടിക്കാം. ഇതൊരു സിമ്പിളായ സംഭവമാണ്. ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. വന്നിട്ട് എന്ത് സംഭവിച്ചു? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. ഒരു ദൈവദാസനെ വളരെ ദൂരെ നിന്ന് വിളിച്ചു വരുത്തി, അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസംഗം ചെയ്തുകൊണ്ടിരുന്നപ്പോ ആൾക്കാരെല്ലാം കൂടെ എന്നാ ചെയ്തു? അത് മോശമല്ലേ? അത് മോശം എന്ന് പഠിപ്പിക്കുന്നവരുണ്ടെന്നേ. വചനം പറയുമ്പോൾ പറയട്ടെ, അന്നേരം മിണ്ടാതിരിക്കണം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അങ്ങനെ മിണ്ടാതിരുന്ന് ഇപ്പൊ മിണ്ടാതിരിക്കുക. ഒന്നും വിട്ടുന്നില്ല. ഇപ്പം എന്തേലും ഒന്ന് വിട്ടട്ടെ, അതുപോലെ മിണ്ടാതെ ആയിപ്പോയി. ഹലോ, ദൈവം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്ന അന്വേഷണം പറയാൻ തുടങ്ങി. ഞാനൊരു ചോദ്യം ചോദിക്കുക, പ്രസംഗം ഫിനിഷ് ചെയ്തോ? ഇല്ല, പ്രസംഗം ഫിനിഷ് ചെയ്യണോ നിർബന്ധമില്ല. അത് പ്രസംഗശാസ്ത്രം പഠിപ്പിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനാണ് അവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ കരമറി വരാനാണ് അവിടെ നിൽക്കുന്നത്. ഒരു യോഗം വിജയിച്ചു എന്നുള്ളത് തെളിവെന്താണെന്നറിയാമോ? കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്നുള്ളതാ. ഒരു മീറ്റിംഗ് അനുഗ്രഹമായെന്നുള്ളത് തെളിവെന്താ? കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്നുള്ളതാ. അതിൽ കൂടുതൽ ഒന്നും ഇവിടെ വേണ്ട. പ്രസംഗിയൻ നല്ല പ്രസംഗിയനാണോ എന്ന റിപ്പോർട്ട് ഇവിടെ ആവശ്യമില്ല. പ്രസംഗത്തിന്റെ പോയിന്റ് മുഴുവനും പറഞ്ഞു തീർക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് ചെയ്യാനുള്ള പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവിടെ ചെയ്തെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ പ്രസംഗം ബുദ്ധിജീവികളുടെ ഭാഷ പറഞ്ഞാൽ ഒഴപ്പി. ബുദ്ധിജീവികളുടെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു പ്രസംഗം. നോട്ട് കുറിച്ചോണ്ടിരുന്ന അവരെല്ലാവരുടെ കൂടി കിടന്ന് ഞാനെല്ലാം ഒച്ച വെച്ചത് കാണാം. നിങ്ങളെല്ലാവരും അങ്ങനെ ഒച്ച വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. വചനം പറഞ്ഞുകൊണ്ടിരുന്ന ആത്മാവ് വന്നു. അവരെല്ലാം അന്വേഷണം സംസാരിച്ചു. സ്തോത്രം. ഇത് ആത്മസ്നാനമാണെന്ന് പത്രോസ് പിന്നീട് പറയുക. ഇത് ഇപ്പൊ നടന്നത് ആത്മസ്നാനമാണ്. ഇനിയുള്ളതാണ് ഞാൻ പറഞ്ഞ അതിന്റെ ക്ലൂ എന്നൊക്കെ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ തർക്കങ്ങൾ തീരുന്ന കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2 നടന്നതും
10 നടന്നതും ആത്മസ്ഥാനമാണെന്ന് തെളിയിക്കാൻ പോവാണ്. 11-ാം അധ്യായം ഇതിന്റെ വിശദീകരണമാണ്. 10-ന്റെ വിശദീകരണമാണ് 11-ാം അധ്യായം. 1 മുതൽ വായിച്ചോ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. പിടികിട്ടിയോ? വർഗീയതയാണ് ഇവിടുത്തെ പ്രശ്നം. യഹൂദന്മാരുടെ സഭയായിരുന്നു ഇത്. ജാതിയിൽപ്പെട്ടില്ല, അഭിഷേകം പ്രാപിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒറിജിനൽ പഴയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്വതന്ത്രം. അങ്ങനെയുള്ള ഗതികേടിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചതിനാൽ സ്വതന്ത്രം. അവർ പത്രോസിനോട് പറഞ്ഞത് ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലായിടത്തും പോയി അഭിഷേകം ഒന്നും കൊടുക്കാൻ പോകരുത്. നമുക്ക് നമ്മുടേതായ ഒരു ഗ്രൂപ്പ് നിലനിൽക്കണം. ഭൂമിയിലുള്ള സകല ജാതികൾക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. സകല വംശങ്ങൾക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. നിന്റെ സഭ എല്ലാവർക്കും വേണ്ടി തുറന്നിടുക. ഇല്ലെങ്കിൽ ദൈവം നിന്റെ സഭയുടെ വാതിൽ അടയ്ക്കും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ സഭ എല്ലാവർക്കും വേണ്ടി തുറന്നിടുക. ഇല്ലെങ്കിൽ ദൈവം നിന്റെ സഭയുടെ വാതിൽ അടയ്ക്കും. ഇത് പലയിടത്തും സംഭവിച്ചു. പല സഭകളും റെഫ്രിജറേറ്റർ പോലെ അടച്ചുപൂട്ടിക്കളഞ്ഞു. സ്തോത്രം. പത്രോസിനോട് അവര് സംസാരിച്ചു. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് കൂടെ 3-ാം വാക്യം. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു മതമല്ല. യഹൂദന്മാർക്ക് ദൈവം കൊടുത്ത പരിച്ഛേദന എന്ന അടയാളം ഇല്ലാത്തവരെ കളിയാക്കി വിളിക്കുന്ന പേരാണ് അഗ്രചർമ്മി. ഓക്കെ, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞത്. ക്രമമായിട്ട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ തർക്കം വരാതിരിക്കാനാണ്. ക്രമമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് വിഷയം ഉണ്ടായത്. എനിക്ക് അങ്ങനെ അവരെ മതത്തിൽ ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. വായിച്ചു. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് കർത്താവിനെ ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്ന രംഗമാണിത്. കർത്താവേ, നീ പുസ്തകം വായിച്ചിട്ടില്ലേ? ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയാൻ മേലെ എന്ന് പത്രോസ് ചോദിക്കുക. അടുത്ത വാക്യം. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസറിയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീട്ടിന്റെ മുൻപിൽ നിന്നിരുന്നു. ദർശനം കണ്ടു. അർത്ഥത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമ്പോ 3 പേര് താഴെ നിൽക്കുക. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ആ പരിശുദ്ധാത്മാവ് പറഞ്ഞു പൊക്കോളാൻ. അപ്പൊ ഈ ദർശനത്തിന്റെ അർത്ഥം ഇതാന്ന് മനസ്സിലായി. ഏതാണെന്നറിയാവോ? ഇന്ന് വരെ യഹൂദന്മാരുടെ കൂടെ കൂട്ടാൻ പാടില്ലാത്ത ഈ ജാതികളെ അപ്പം കൊടുത്ത് സ്നാനം കൊടുത്ത് ഒരപ്പത്തിലെ അംശികളായിട്ട് കൂട്ടായ്മ കൊടുത്തോളാനാണ് തുപ്പട്ടിയുടെ ദർശനത്തിന്റെ വ്യാഖ്യാനം. ഇന്നും ദർശനങ്ങളൊക്കെ തരുന്നവനാ ദൈവം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് മുന്നോട്ട് പോകുന്നവർ ഡെയിലി ദർശനങ്ങൾ കാണും, നിയോഗങ്ങൾ കിട്ടും, നടക്കേണ്ട വഴി കറക്റ്റ് ദൈവാത്മാവ് കാണിച്ചു തരും. ആത്മാവ് പറഞ്ഞു പൊക്കോളാൻ. അങ്ങനെ പോയി വായിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോട് കൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഇതെല്ലാം പഴയ ചരിത്രം, 10-ാം അധ്യായത്തിലെ ചരിത്രം പറയാ. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ, ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്, പഠിക്കാനുള്ളവർക്ക് വേണ്ടി പറയുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ. ആരാണ് ഈ നമ്മുടെ? അപ്പോസ്തലന്മാർ. ഏതാണ് ഈ ആദി? 2-ന്റെ-1, ആക്സ് 2-ന്റെ-1. അതെ, വായിക്കണ്ട. അപ്പൊ ആദിയിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആദിയിൽ പരിശുദ്ധാത്മാവ് വന്നത് എവിടെയാ? പെന്തക്കോസ്താളിൽ അപ്പോസ്തലന്മാരോട് 2-ന്റെ-1. ആരാണ് അവിടെ കൂടി വന്നത്? അപ്പോസ്തലന്മാര്. അപ്പൊ ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ എവിടെ വന്നു? കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നു. ഓക്കെ,
പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്ന പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. വന്ന പോലെ തന്നെ പരിശുദ്ധാത്മാവ് എവിടെ വന്നു? കൊർന്നേലിയോസിന്റെ അവിടെ വന്നു. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സംശയം തീർന്നു. ഇനി ഇത് പരിശുദ്ധാത്മ സ്നാനമാണോ? അടുത്ത വാക്യം. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കും. സംശയം തീർന്നോ? ഇവിടെയാണ് അതിന്റെ മർമ്മം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു. ഏതാ ഓർത്തത്? അപ്പോസ്തലപ്രവൃത്തി 1:5 ഓർത്തു. 1:5 എന്തോ നമ്മളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് ഇന്നത്തെ വിഷയം. വായിച്ചേ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ആ കാര്യം ഇവരിപ്പോ ഓർത്തു. എപ്പോ ഓർത്തു? പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം 2 ഇപ്പൊ കാണിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:1 10:44 നടന്നത് എന്താണ്? പരിശുദ്ധാത്മ സ്നാനമാണ്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കും. ഒരു ഗ്രൂപ്പിന് മാത്രം കൊടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ കിട്ടിയെന്ന് വിശ്വസിക്കരുത്, ധരിക്കരുത്. ഒരിക്കൽ ഭൂമിയിലോട്ട് വന്നു, ഇനി പ്രാപിക്കണ്ട. യേശു ക്രൂശിൽ മരിച്ചത് ഒരിക്കലാണ്, പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലാണെന്നൊക്കെയുള്ള വേദശാസ്ത്രം തെറ്റ്. പരിശുദ്ധാത്മ സ്നാനം ആവശ്യമുള്ളവർക്കെല്ലാം അതത് കാലങ്ങളിൽ പകരുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി കുവൈറ്റിൽ പരിശുദ്ധാത്മ സ്നാനം ആവശ്യമുണ്ടോ? ഇതാ അവൻ പകരുവാൻ റെഡിയാണ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പരിശുദ്ധാത്മ സ്നാനം ഒരിക്കലല്ല, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളിടത്ത് ആത്മസ്നാനം കൊടുക്കുവാൻ സ്നാപകൻ റെഡി. സ്നാപകൻ റെഡി. സ്നാപകൻ റെഡി. സ്നാനജലവും റെഡി. സങ്കീർത്തനം പറയുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സ്നാപകൻ റെഡി, സ്നാനവെള്ളവും റെഡി. പരിശുദ്ധാത്മ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സ്നാനപ്പെടുത്തുവാൻ യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ആവശ്യമുള്ളവർ സമർപ്പിച്ചാൽ മതി, ആവശ്യമുള്ളവർ പ്രാർത്ഥിച്ചാൽ മതി, ആവശ്യമുള്ളവർ പ്രാപിച്ചാൽ മതി, ആവശ്യമുള്ളവർ ഏറ്റെടുത്താൽ മതി. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവാദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ അപ്പോസ്തലപ്രവൃത്തി 1:5 ഓർത്തു. സംശയ തീരുമാനം ഈ വാക്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 11:16 എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, അപ്പോൾ ഞാൻ 1:5 ഓർത്തു. 1:5 എന്തു പറഞ്ഞു? നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഓ, അതാണല്ലോ ഇത്. സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത. ഏറിയ വർഷങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം നടന്നത് എവിടെ? അപ്പോസ്തലപ്രവൃത്തി 2. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയോ? നമുക്ക് കിട്ടണ്ടേ? ഒരാൾക്ക് കിട്ടിയാൽ മതിയോ? എല്ലാവർക്കും കിട്ടണ്ടേ? ഇനിയും ഇത് ഒരു കോമൺ എക്സ്പീരിയൻസ് ആണോ അതോ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം ആണോ? രണ്ടിന്റെ ഒന്ന് നോക്കി. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഇതെല്ലാം പൊതുവാണ്. കാറ്റ് കോമൺ ആണ്, മുഴക്കവും കോമൺ ആണ്. ഓക്കെ. അവർ ഇരുന്നിരുന്നത് വീട് മുഴുവനും നിറച്ചു. അതും കോമൺ, പൊതുവാണ്. ഓക്കെ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. കണ്ടോ? മുഴക്കവും സംഭവം എല്ലാം മൊത്തത്തിലാണെങ്കിലും അഗ്നിജ്വാല ഓരോരുത്തർക്കും ഉണ്ട്. ഇതിനകത്തൊരു തൂണൊക്കെ നിപ്പുണ്ടെങ്കിലും ദൂതങ്ങ് വരുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഈ തീജ്വാല മൊത്തത്തിലൊക്കെ വിടുകയല്ലായിരുന്നു. ലീഡേഴ്സിന് മാത്രം കൊടുക്കുകയല്ലായിരുന്നു. സഹോദരിമാരെ ഒഴിവാക്കിയിട്ടില്ല, എല്ലാവർക്കും കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്തൊരു അനുഗ്രഹമല്ലേ? ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്വർഗത്തിൽ ഇതിന്റെ എണ്ണം എടുത്തിട്ടാണോ പോകുന്നത്? താഴെ ഇരിക്കുന്ന ആളുകളുടെ മുഴുവൻ എണ്ണം എടുത്തിട്ടാണോ പോകുന്നത്? അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം എടുത്തു. അവർക്ക് വേണ്ടി എല്ലാം ഒരു ഫയർ, അവർക്കെല്ലാം
മൊത്തത്തിലുള്ള കാര്യമല്ല, ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ. എല്ലാവരും നിറഞ്ഞു. പിന്നെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ എല്ലാവരും സംസാരിച്ചു. എല്ലാവരുടെ മേലും അഗ്നിയുടെ ടച്ച് ഉണ്ടായി. എല്ലാവരും നിറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇതാ ദൈവസഭ. ആര് വഞ്ചിച്ചു? ആര് നമ്മളെ ചതിച്ചു? ദുരുപദേശങ്ങളുടെ തെറ്റിദ്ധാരണകളുടെ കെട്ടിനകത്ത് വീണ് എത്രയോ പേര് ഈ വിലപ്പെട്ട നിക്ഷേപം കളഞ്ഞു കുളിച്ചു. അനേക വർഷങ്ങളായി അവർ വചനം പഠിക്കുന്നുണ്ട്, അവർ അനേക വർഷങ്ങളായി ഗ്രീക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ അവർ ആത്മനിറവിന്റെ രുചി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതൊരുത്തൻ അനുഭവിച്ചാൽ അതിനേക്കാൾ വലുത് ഈ ലോകത്തിലൊന്നുമില്ല. അതിനേക്കാൾ വലുത് ഈ ലോകത്തിലൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തന്റെ മേൽ ഓരോരുത്തന്റെ മേൽ ഓരോരുത്തന്റെ മേൽ ഓരോരുത്തന്റെ മേൽ പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഒരു ഫയർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരുത്തം കൊണ്ടുപോകുമോ? അത് വേറൊരുത്തം കൊണ്ടുപോകുമോ? ഒരാൾക്ക് കൊടുത്താലല്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. അതിനകത്ത് ഐഡന്റിറ്റി ഉണ്ട്. നിന്റെ വിളി ഏതോ അതിന് പറ്റിയതാ നിനക്ക് തരാൻ പോണത്. നിന്റെ ശുശ്രൂഷ ഏതോ അതിന് പറ്റിയതാ നിനക്ക് തരാൻ പോണത്. നീ അനുഭവിക്കുന്ന കഷ്ടത ഏതോ അതിന് പറ്റിയതാ നിനക്ക് തരാൻ പോണത്. നിന്റെ മുമ്പിലുള്ള പ്രശ്നം ഏതോ അതിന് പറ്റിയ ഫയറാണ് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. എന്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല, എന്റെ ദൈവത്തിന് ആള് മാറത്തില്ല. ഇന്ന് രാത്രി കഠിന വേദനയിലൂടെ കടക്കുന്ന സഹോദരി, നിനക്ക് വേണ്ടി ഒരു ഫയർ സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 100 പ്രശ്നത്തിലൂടെ പോകുന്ന സഹോദര, നിനക്ക് വേണ്ടി ഒരു അഗ്നി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രാപിച്ചോണം, 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 പ്രാപിച്ചോണം. ഹല്ലേലൂയ. കണ്ണടയ്ക്കാം. ഒരു 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് എടുക്കാം. ജീസസ്. വരുന്ന ദിവസങ്ങളിൽ നേരത്തെ തുടങ്ങാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂർ ക്ലാസും 1/2 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് കൂടി എടുത്താലേ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ക്ലാസ് പ്രയോജനപ്പെടുത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആവശ്യബോധം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും. ഒരു കൊതി ഉണ്ടാകട്ടെ, ഒരു ആർത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം